പേരെങ്ങനെയാ അമ്മ? അൻസി. ആൻസി. അൻസി. എത്ര വയസ്സുണ്ട്? 41. എവിടെയാ വീട്? കുമളിയാ സാറേ വീട്. കുമളി. എന്ത് ചെയ്യുന്നു? ഞാനൊരു കുക്കാണ്. റിസോർട്ടിലല്ലേ? കുമളി. ഏത് റിസോർട്ടാണ്? കൽപ്പവനം ഹെറിറ്റേജ് പ്ലാത്തോട്ടം. ഓക്കെ. എന്തായിട്ടായിരുന്നു ഇവിടെ വന്നത്? സാർ എൻ്റെ പ്രശ്നം ശ്വാസം മുട്ടലായിരുന്നു. ഒരു വിധത്തിൽ ശ്വാസം വിടാൻ മേല, നടക്കാൻ മേല, ഫുഡ് കഴിക്കാൻ മേല, മൊത്തത്തിൽ ആകെപ്പാട് ഒരു വയ്യാഴിക. പിന്നെ നമ്മുടെ കുമളിയിലാണേലും കുമളിയിൽ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. പാല, കോട്ടയം, എറണാകുളം എല്ലാം വിട്ടും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് താജുദ്ദീനാണ് സാറിനെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ചുമ കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? വിട്ടുവിട്ടുള്ള ചുമ കഫക്കെട്ടിൽ, പിന്നെ ശ്വാസം എടുക്കാൻ മേല, ശ്വാസം മുട്ടൽ, മൂക്കടപ്പ്, തുമ്മലൊക്കെ ഉണ്ടായിരുന്നോ? അത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ശ്വാസ തടസ്സം, പിന്നെ ഭയങ്കര ഉറക്കക്കുറവ്, ഡിപ്രഷൻ, ടെൻഷൻ ഇല്ലാത്ത ഒന്നുമില്ല. വണ്ണം അതിനനുസരിച്ച് കൂടി പോകുന്നു അല്ലേ? ഏകദേശം ഒരു 1.5 വർഷം മുൻപല്ലേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നേ? അല്ലേ? നമ്മൾ എന്നിട്ട് അന്ന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ചെയ്തേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ സാറിനെ ടെസ്റ്റ് ചെയ്തു. അലർജി ടെസ്റ്റ്, സ്കിൻ പ്രിക്ക് ടെസ്റ്റ് അത് ചെയ്തപ്പോഴാണ് ഇത് കുറേ ഫുഡ് അലർജീസ്, കുറേ അലർജികളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഒരു ഇമ്മ്യൂണോതെറാപ്പി, അത് ഡ്രോപ്പ് രൂപത്തിലുള്ളത്, ആ ട്രീറ്റ്മെന്റ്. പിന്നെ അതിനുള്ള ഇഞ്ചക്ഷനും എടുത്തായിരുന്നല്ലേ? ഫ്ലൂ വാക്സിൻ എടുത്തായിരുന്നു. ഇപ്പം ന്യൂമോകോക്കൽ വാക്സിനും കൂടി തന്നെ എടുത്തു അല്ലേ? ആദ്യത്തേതിൽ നിന്നും എത്ര ശതമാനം ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ആൻസിക്ക്? ആദ്യത്തെ നിന്നും ഒരു 95% മാറി. ഇപ്പോൾ 5% മാത്രമേ ബാക്കിയുള്ളൂ. അതും എൻ്റെ സംശയമായിരിക്കും. എനിക്കത് കാണാൻ വഴിയില്ല, പക്ഷെ എൻ്റെ സംശയം അത്രേ ഉള്ളൂ. ഉറപ്പിച്ച് പറയാൻ പറ്റും? 95% ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക്. കൂടെയുള്ള കൂട്ടുകാരും വീട്ടിലുള്ളവരും ഒക്കെ പറയുന്നുണ്ടോ? അവർക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ ജോലി സ്ഥലത്തുള്ളവർക്ക്, എല്ലാവർക്കും. പിന്നെ എനിക്ക് ഈ ട്രീറ്റ്മെന്റിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒന്ന് താജുദ്ദീൻ, രഹന, പിന്നെ എൻ്റെ ഒരു വട്ടം കൂടി എന്നുള്ള സ്കൂൾ ഗ്രൂപ്പ്, പിന്നെ എൻ്റെ ജോർജ് സാറ്, ജോളി ചേച്ചി, അവരെല്ലാവരും, പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും, അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. പിന്നെ സാറും. ഒത്തിരി സന്തോഷം അമ്മ. ഈ ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് വന്നതല്ലേ ഇന്ന്? അതെ, ഈ ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ സാറിനൊന്ന് കണ്ട മഴയൊക്കെ വരുമല്ലോ, അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് വന്നത് മാത്രം. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും. കുമളിയിലോട്ടൊക്കെ നല്ല മഴയും ഈർപ്പവും തണുപ്പും ഒക്കെ ഭയങ്കര തണുപ്പും മഴയും, കാലാവസ്ഥ ഭയങ്കര മോശം. തേക്കടി അടുത്ത് തന്നെയല്ലേ? തേക്കടി അടുത്ത്. റിസോർട്ടിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞോ? കൽപ്പവനം ഹെറിറ്റേജ്. കൽപ്പവനം ഹെറിറ്റേജ്. അത് പാലാനുള്ള പ്ലാത്തോട്ടംകാരുടെ ജോർജ് സാറ്. അത് ശരി. അപ്പം ഈ താജുദ്ദീനൊക്കെയോ? താജുദ്ദീൻ തൊട്ടടുത്ത് തന്നെ. അതെന്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ്. അവരുമായിട്ടും നല്ലൊരു ബന്ധമാണ്. അത് ശരി. ഒത്തിരി സന്തോഷം അമ്മ. എന്തായാലും ഉമ്മയുടെ അനുഭവം ബാക്കി ഒത്തിരി പേർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. ഇങ്ങനെ നല്ലൊരു വാക്ക് പറയുക എന്നുള്ളതാണ് നമുക്കും ഏറ്റവും സംതൃപ്തി. അന്ന് അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഞാൻ ഒരുപാട് പേടിച്ചു. അയ്യോ, ഈ ബുദ്ധിമുട്ട് കയ്യിൽ ഇങ്ങനെ ഓരോ ഹോളും ഇടുമ്പോ എന്തേലും, പക്ഷെ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. ഹോളൊന്നും ഇടുന്നില്ല, തൊലി ഒന്ന് പൊട്ടി വിടുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇഞ്ചക്ഷനും വലിയ വേദനയൊന്നും ഇല്ലാതെ. പക്ഷെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നാലും പിന്നെ ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടേ ഇല്ല. ജലദോഷം ഇല്ല. പിന്നെ ജലദോഷം ഇപ്പൊ തന്നെ ആ ചുമയുള്ള രതീഷ് പേര്, ജോൺസൺ. ആ ജോൺസന്റെ അടുത്ത് ഞാൻ അത്രയും നേരം സംസാരിച്ചിട്ടും ഉണ്ടായില്ല. ആരെങ്കിലും ഒന്ന് പുറത്തോട്ട് പോയാൽ മതി എനിക്ക്. അത് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകം അത് അറിയാല്ലേ, പണ്ടത്തെ എന്റെ ഒരു അവസ്ഥ. ഞാൻ എങ്ങനെയുള്ള കേൾക്കണം അതുപോലെ വിളിക്കാനും പറ്റില്ല. വന്നപ്പോ തൊട്ട് ചുമ നിർത്തുന്നേ ഇല്ല. ആംബുലൻസ് ഡ്രൈവറാണ് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിലെ. പ്രൈവറ്റ് ആയിട്ട് ആംബുലൻസ് ഓടിക്കുന്ന ആളോടും പറഞ്ഞു അല്ലേ? പറഞ്ഞു, നമ്പർ മേടിച്ചു, ഞാൻ ഇടയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞു. പുള്ളി 2 പിള്ളേർക്ക് ഇളയെ കുറിച്ച് 9 ദിവസം കഴിഞ്ഞ് ഭയങ്കര വൈഫ് 4 പ്രാവശ്യം വിളിച്ചു ഞാൻ അവിടെ ഇരിക്കുമ്പോ തന്നെ. അത് ശരി. ഭയങ്കര ചുമയാണ്, ഭയങ്കര ചുമ, സംസാരിക്കാൻ മേല, ഇൻഹേലർ എടുക്കാൻ മേല. 10 വരെ ഒരു 5 വരെ കഴിയുമ്പോഴത്തേക്ക് അത് വെളിയിൽ വരുക. നമുക്ക് ഈ ഇൻഹേലറും മരുന്നും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റണം. അതാണ് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അലർജിയുടെ തന്നെ ഏറ്റവും പുതിയ അലോപ്പതി ട്രീറ്റ്മെന്റ് ആണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇങ്ങനെയൊരു ചികിത്സ വഴി നമുക്ക് അലർജി മാറാണ്. ചിലരുടെ വിചാരം അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറത്തേ ഇല്ല,
ജീവിതാവസാനം വരെ ഇങ്ങനെ. ഞാനും അങ്ങനെ വിചാരിച്ചത്. എന്നെ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല, എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എല്ലാം പറഞ്ഞത് ഇത് ലാസ്റ്റ്, ചിലപ്പോൾ ഞാൻ മരിക്കും, പിന്നെ മരിക്കും, അങ്ങനെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യാമെന്ന് ആലോചിച്ച ഒരാളാണ് ഞാൻ. ഈ ശ്വാസമുട്ടൽ കാരണം എല്ലാവർക്കും, വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, പിള്ളേർക്ക് ബുദ്ധിമുട്ട്, ടോട്ടലി മൊത്തത്തിൽ എന്നെക്കാളും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ശ്വാസമുട്ടൽ കാരണം നമുക്ക് ഈ ഡിപ്രഷൻ കൂടും. ഡിപ്രഷൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ ശ്വാസമുട്ടലും കൂടും. ചില കുട്ടികൾക്കൊക്കെ കരയുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ ശ്വാസമുട്ടലുണ്ടാവും. ചിലർ പൊട്ടിച്ചിരിക്കുമ്പോൾ പോലും ശ്വാസമുട്ടലും ചുമയും ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിരിക്കാൻ തന്നെ പേടിയാണ്. പൊട്ടി ചിരിച്ചു കഴിയുമ്പോഴത്തേക്കും ശ്വാസമുട്ടൽ വരുമെന്ന് അവർ തന്നെ പറയാറുണ്ട്. അല്ല, എനിക്കൊരു 10 സ്റ്റെപ്പ് പോലും മുമ്പോട്ട് നടക്കാൻ മേലായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഓടിച്ചാടി നല്ല ആക്റ്റീവായി, നല്ല ആരോഗ്യമായി. മുമ്പിലത്തെക്കാട്ടിലും കുറച്ച് ഞാൻ തന്നെ, ഞാനും ജെസ്സി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ കൂടെ ജോലി ഇപ്പൊ ഒരു 2 മാസമായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, ഡേ ആൻഡ് നൈറ്റ്. ഞാനത് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ 2 പിള്ളേരുണ്ട്, അഖില്, റോണി, അത് പാലക്കാരാ. അവരുടെ ഒരു ഹെൽപ്പ്, ഈ എല്ലാം കൊണ്ടും ആ അന്തരീക്ഷവും എല്ലാം കൊണ്ടും നല്ല സന്തോഷം. ഒത്തിരി സന്തോഷമാണ്. പ്രത്യേകിച്ചും ഈ ശ്വാസമുട്ടലുള്ളപ്പോഴത്തേക്കും സ്വന്തമായിട്ട് പോയി ഇന്ന് ബാത്റൂമിൽ കയറാനോ ഒരു മഗ് കൈകൊണ്ടെടുത്ത് പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് മാറി നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വരിക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സംതൃപ്തി. അതെ സാറേ, നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കുക, അതല്ലേ അല്ലാതെ ഏതൊരു ഈ ശ്വാസം മുട്ടലും ചുമയും തുമ്മലുമായിട്ട് എങ്ങനെ കഴിയാനായിട്ട്. ചിലർക്ക് ഈ അലർജിയുടെ പ്രശ്നം ഈ വയറിന്റെ പ്രശ്നങ്ങളായിട്ടാണ്. നമുക്ക് പറ്റാത്ത ഫുഡ് പലതും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഉദര പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചിലർക്ക് ഇത് ചൊറിച്ചിലായിട്ടാണ്. ഈ ദേഹത്ത് ചൊറിച്ചിൽ, എപ്പോഴും ചൊറിച്ചിൽ എന്ന് പറയുന്നത് ഇതുപോലെ ഡിപ്രസിങ് ആയിട്ടുള്ള വേറൊരു അസുഖമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അലർജികളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റാം. അപ്പം ഞാൻ ഒരു 2000 പേർക്കെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്തായാലും